വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ജയ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡോൾ ആക്സസറിയാണ്. അതായത് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹാൻഡ് ബാഗാണ് ഡോളിന് വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ക്രിയേറ്റിവിറ്റിയാണ്. ഞാനിവിടെ ഒരു പഴയ ഒരു പേഴ്സാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഹാൻഡ് ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ജ്വല്ലറിയിൽ നിന്നൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അത് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു പഴയ പേഴ്സാണിത്. അപ്പോൾ അതിവിടെ ഉപയോഗമൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. എൻ്റെ സിബൊന്നും അങ്ങനെ പോയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുന്നില്ല. നമുക്കൊരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഈ ഒരു ലെതർ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഏത് കളറിലുള്ള ബാഗ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ അത്രയ്ക്ക് നല്ലൊരു കളറൊന്നും അല്ല ഉള്ളത്. ചിലത് നല്ല ഭംഗിയുള്ള വെൽവെറ്റ് പോലെ ഇരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ലെതർ ബാഗ്സ് ഒക്കെ കാണും പഴയത്. എന്താണെങ്കിലും എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനത്തെയൊക്കെ കാണാതിരിക്കില്ല. അല്ലെങ്കിൽ പഴയ വാനിറ്റി ബാഗ്, ഹാൻഡ് ബാഗ്സിൻ്റെയൊക്കെ പഴയത് കാണുമെങ്കിൽ അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ക്ലോത്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. കുറച്ച് കട്ടിയായിട്ട് മടക്കി എടുത്താൽ മതി. അപ്പം ഞാനിത് ഒരു റെക്റ്റാങ്കുലർ പീസിൽ മുറിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ ലെങ്ത്ത് 11 സെൻറ്റിമീറ്ററും അതുപോലെ ബ്രെഡ്ത്ത് 7 സെൻറ്റിമീറ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പം 11:7 ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതൊരു വലിപ്പത്തിലുള്ള ബാഗാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. ചില ബാഗിന് ബ്രെഡ്ത്ത് കൂടുതലും ലെങ്ത്ത് കുറവായിരിക്കും. ആ ഒരു തരത്തിലുള്ള ഒരു പ്രപ്പോർഷനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചില ബാഗ് കുറച്ച് നീളം കൂടിയിട്ടുള്ളതും എന്നാൽ വീതി കുറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ളതുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വീതി കുറച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ബാഗാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ മടക്കുന്നത് ആ ലെങ്ത്ത് ഫുൾ എടുക്കുന്നത് നമ്മൾ മടക്കി വയ്ക്കും. സോ അപ്പോൾ ഏത് ഷേപ്പാണ് വരുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ ഡിസൈറബിൾ ആയിട്ടുള്ള ഷേപ്പിൽ വരുന്നതനുസരിച്ച് നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ രണ്ടറ്റത്തും ഒന്ന് മടക്കി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോൾ ഓൾ ഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂ ആണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ആ ഒരു ഗ്ലൂ ഇല്ലയെന്നുണ്ടെങ്കിൽ ഗ്ലൂഗൺ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഫെവിബോണ്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി, നന്നായിട്ട് നമുക്ക് ഒട്ടി കിട്ടും. ഇനി നമുക്ക് രണ്ട് സൈഡിലും ഒന്ന് തുന്നി കൊടുക്കാം. ഇത് തുന്നുന്നതിന് പകരം ഈ ഇതുപോലെ പശ തേച്ച് സൈഡ് ഒട്ടിച്ചാലും മതി. പക്ഷേ ഇത് നല്ല കുറച്ച് കട്ടിയുള്ള ലെതർ പീസാണ്. സോ അതുകൊണ്ട് ഇത് നമ്മൾ ബാക്ക് സൈഡാണല്ലോ ഇപ്പോൾ തുന്നുന്നത്. അപ്പോൾ നമ്മളിത് നേരെ റിവേഴ്സ് ചെയ്യുമ്പോൾ ചിലപ്പം അവിടെ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ടാവില്ല. സോ അതുകൊണ്ട് ഞാൻ തുന്നിയാണ് കൊടുക്കുന്നത്. അപ്പോൾ തുന്നിയാന്ന് പറയുമ്പോൾ എല്ലാവരുടെയെങ്കിലും നൂലും സൂചിയും കാണുമല്ലോ. അപ്പോൾ പശയില്ലെങ്കിലും നമുക്ക് നൂലും സൂചിയും കൊണ്ട് തുന്നി കൊടുക്കാം. അതുപോലെ എൻഡിൽ മടക്കുന്ന അവിടെ നമുക്കിതുപോലെ തുന്നി വേണമെങ്കിലും കൊടുക്കാം. ഇനി നമുക്കതൊന്ന് ഷേപ്പായിട്ടിരിക്കാൻ വേണ്ടി ബാഗിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് അടിയിൽ ഇതുപോലെ ട്രയാങ്കുലറായിട്ടൊന്ന് തുന്നി കൊടുക്കാം. അപ്പോൾ ഇത് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ബാഗായിട്ടാണ് നമുക്ക് കിട്ടുക ലാസ്റ്റ് വരുമ്പോൾ. രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കും. അപ്പോൾ ഒരു ചാക്ക് പോലെ ആയിട്ടുണ്ടല്ലേ. ഇനി നമുക്കിത് റിവേഴ്സ് ചെയ്ത് കൊടുക്കാം. റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ബാഗിൻ്റെ ഷേപ്പിൽ കിട്ടും. കണ്ടോ, ഇതുപോലെ കിട്ടും. ഇനി അറ്റത്ത് എവിടെയെങ്കിലും നമ്മൾ നന്നായിട്ടൊന്ന് അറ്റാച്ച്മെൻ്റ് ഇല്ല വിട്ട് കിടക്കുകയാണെങ്കിൽ അവിടെ ഗ്ലൂ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽസ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പേഴ്സിൻ്റെ തന്നെ ആ ഒരു പിടിയിൽ നിന്നുള്ള ഒരു കളർ ചേഞ്ച് ഉണ്ട്. അവിടെ ഒരു റെഡ് കളറിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു റെഡ് കളറിലുള്ള പീസ് ഞാൻ മുറിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പിടിക്ക് എത്ര നീളമാണോ വേണ്ടത് ആ ഒരു രീതിക്ക് വേണം നമ്മൾ സ്ട്രാപ്പ് മുറിച്ചെടുക്കാൻ. ഇവിടെ ഞാൻ കുറച്ച് നീളം കുറഞ്ഞിട്ടുള്ള വള്ളിയാണ് ഈ ഒരു ബാഗിന് വെക്കാൻ പോണത്. നിങ്ങൾക്ക് വള്ളിയുടെ നീളം കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പീസ് മുറിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മടക്കി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പശ തേച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കണം കേട്ടോ, എന്നാലേ ഒട്ടുള്ളൂ. കാരണം ഇത് ലെതറല്ലേ, അതുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. രണ്ടറ്റത്തും കുറച്ച് നമ്മൾ ഒട്ടിക്കാതെ വിടണം. എന്നിട്ട് നമുക്കിതിൻ്റെ സൈഡ്സ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ രണ്ട് എൻഡിലും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെയുള്ള ബാഗ്സും അതുപോലെ പേഴ്സസും ഒക്കെ ഒരുപാട്
വീട്ടിലിങ്ങനെ വേസ്റ്റായിട്ട് എടുക്കുമ്പോൾ അതും നമ്മൾ വെറുതെ ഒന്നും കളയണ്ട, നമുക്കത് ക്രാഫ്റ്റിലും ആർട്ടിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിതിങ്ങനെ കണ്ടപ്പം എന്തെങ്കിലും ഇത് വെച്ച് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എൻ്റെ ഡോൾസിന് ഒരു ബാഗ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. സോ ഡോൾ ആക്സസറീസ് ആർ റിയലി ക്യൂട്ട്. നമുക്കിത് വേണമെങ്കിൽ കീ ചെയിനായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയായിരിക്കും കീയുടെ കൂടെയൊക്കെ കിടക്കുന്നത് കാണാൻ. അതിനിപ്പോൾ നമ്മൾ ഹാൻഡിൽസ് എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് ഒരു സ്ട്രാപ്പ് വെച്ച് കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ടും ഞാനിതേ കളറിലുള്ള ലെതർ പീസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, റെഡ് കളറിൽ ഹാൻഡിൽ വെച്ച അതേ പീസ് തന്നെയാണ്. എന്നിട്ട് അതിൻ്റെ അറ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ എത്ര ലെങ്ത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ബാക്ക് സൈഡാണ്, ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഫ്രണ്ടിൽ നമുക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് വേണമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് വെൽക്രോ ആണ്. വെൽക്രോ അറിയില്ലേ, നമ്മുടെ ചെരുപ്പിൻ്റെ ഒക്കെ സ്ട്രാപ്പിലുണ്ടാവും, ബാഗിൻ്റെ സ്ട്രാപ്പിലും ഉണ്ടാവാറുണ്ട് അറ്റാച്ച്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ഗംഗാ ഡോളിന് ഡ്രസ്സിന് ബാക്കിൽ വെക്കാനായിട്ട് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ഹുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊരു അറ്റാച്ച്മെൻറ്റിന് യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫാബ്രിക് ഫാസ്റ്റനേഴ്സോ അതുപോലെ എന്തെങ്കിലും ബട്ടൺസോ പോലത്തെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മളത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഹാൻഡിലിൽ കുറച്ച് ഓർണമെൻറ്റേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഹാഫ് പേൾ എടുത്തിട്ടുണ്ട്. അതൊരു ഗോൾഡ് കളറിലുള്ള പേളാണ്. ദെൻ അതിൻ്റെ ഹാൻഡിലും അതുപോലെ തന്നെ കുറച്ചൊന്ന് ഹാങ് ചെയ്തിടാനും ഐ പിൻസും അതുപോലെ സ്റ്റോൺസും വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി, വളരെ സിമ്പിളാണ്. അങ്ങനെ ഞാനിവിടെ ഒരു ഹാൻഡ് ബാഗ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് സിപ്പൊക്കെ വയ്ക്കാൻ പറ്റുമായിരിക്കും. വളരെ ചെറിയ സിപ്പറൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, സോ അതുകൊണ്ട് അതൊന്നും വെച്ചിട്ടില്ല ഞാൻ. അപ്പോൾ ജസ്റ്റ് അതൊരു മിനിയേച്ചർ ഹാൻഡ് ബാഗ് മോഡലാണ്. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡോൾ ആക്സസറീസ് അല്ലെങ്കിൽ മിനിയേച്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമോ എന്ന്. അപ്പോൾ അതാണ് ഈ ഒരു കാര്യം ഞാൻ ചെയ്തത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങളുടെ കയ്യിൽ വേസ്റ്റായിട്ട് വരുന്ന പേഴ്സസൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി തിങ്കളാഴ്ച കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ബ്ലെസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. Cheers!